out tonight changes into something rare. Her mother doesn't like that kind of dress. Everything she's never had, she's showing up. Driving too fast, the moon is breaking through her hair. She is setting for something that she won't forget. Having no regrets is all that she really wants. ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ ഞാൻ എക്സാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നു. എക്സാം നടക്കുമ്പോൾ കുറച്ച് സ്ട്രെസ്സ് അതൊക്കെ അല്ലേ, അപ്പോൾ ഒന്നും ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിരുന്നില്ല. മാഷാഅല്ലാഹ് പുതിയ കേർട്ടൻസ് ഒക്കെ ഇട്ടിരുന്നു, അപ്പോൾ ഒക്കെ അതൊന്ന് റെഡിയാക്കി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിൽ കുറച്ച് പണിയൊക്കെ നടന്നിരുന്നു, അപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോർണർ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തായിരുന്നു. ടേബിളും എൻ്റെ ഒരു ചെറിയൊരു കോർണർ എന്ന് പറയുക, എൻ്റെ ഒരു ഫേവറേറ്റ് കോർണർ. ടേബിളിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഞാൻ ക്ലീൻ ആക്കാണ്. ആ ഒരു മിനി കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നതാണ്. അത് റിയാദിലായിരുന്നപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികളായപ്പോൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വീടൊക്കെ പെയിൻ്റ് അടിക്കണ ഭാഗമായിട്ട് വൃത്തിയാക്കിയപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഞാനത് ഡെസ്കിൽ ഡെക്കറായിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചതായിരുന്നു. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ടേബിളിൻ്റെ ടോപ്പ് മാത്രം ക്ലീൻ ആക്കിയാൽ മതി, അവിടെ മാത്രമേ ഉള്ളൂ പൊടി. പിന്നെ താഴോട്ട് നോക്കിയപ്പോൾ അവിടെ ഫുള്ള് പൊടിയായിരുന്നു, അപ്പോൾ അവിടെയും കൂടി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഈ ബുക്കിലാണ് ഞാൻ ജങ്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കയറി നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ സൈനാബാൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഈ ജേർണൽ സ്പ്രെഡ് ലാസ്റ്റ് ഇയർ ഊട്ടി പോയപ്പോൾ അവിടുത്തെ ജങ്ക്സൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ ചെയ്തതായിരുന്നു. ഇനി തൊട്ടിട്ട് ജേർണലിംഗ്, ജങ്ക് ജേർണൽ അങ്ങനെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിലായിരിക്കും പോസ്റ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ആ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. ജേർണൽ വിത്ത് DM എന്നാണ് പേര്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്ലീനിങ് നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ അത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ഇത് ടൈം ലാപ്സിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തീരുന്ന പോലെ തോന്നുകയാണ്. പിന്നെ കാണിക്കുന്നത് എൻ്റെ അടുത്തുള്ള കുറച്ച് ബുക്സാണ്. ഈ ബുക്ക് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആമസോണിലാണെന്ന് തോന്നുന്നത്. അടുത്ത ബുക്ക് സോ സ്പെഷ്യലാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ ഇങ്ങനെ ബുക്ക് ഫെസ്റ്റിവലാണ് തോന്നുന്നുണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു ഹെയ്ദീൻ്റെ ബുക്ക്. ബാക്കിയുള്ള 2 ബുക്ക് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതായിരുന്നു. ജൂൺ ആവാനായില്ലേ, എല്ലാവരും ക്ലാസ് തുടങ്ങാനുള്ള ഒരു പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. പുതിയ ബാഗ്, പെൻസിൽ, സ്കെയിലൊക്കെ വാങ്ങിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ മുന്നേ ക്ലാസ് തുടങ്ങുന്ന മുന്നേ ഇതേപോലെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ഡെസ്കും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. എനിക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനും ഒന്നും പറ്റിയിരുന്നില്ല. എക്സാം തുടങ്ങുന്ന മുന്നേ ഡെസ്കൊക്കെ ക്ലീൻ ചെയ്ത് വെക്കെങ്കിലും നമ്മൾ എക്സാമിൻ്റെ അതിർത്തിയിൽ അത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അത് വൃത്തികേടായിട്ടുണ്ടാവും. ഇനി എൻ്റെ ശരിക്കുള്ള ചെറുപ്പം മുതലേ ഞാൻ യൂസ് ചെയ്തിരുന്ന സ്റ്റഡി ടേബിൾ ഇതിലും കഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരുന്നുണ്ട്. അത് ഞാൻ ക്ലീൻ ചെയ്യുന്നതും അതിലുള്ള എന്തൊക്കെയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ BTech പഠിക്കുന്ന തൊട്ടിട്ടുള്ള എല്ലാ നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ടാവും. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ കോളേജിൽ നിന്ന് IV പോയപ്പോൾ വാങ്ങിയ സുവെനീഴ്സാണ്. അപ്പോൾ ആദ്യം തന്നെ കാശ്മീരിൽ നിന്ന് നമ്മൾ ഡാൽ ലേക്കിൻ്റെ ആ ബോട്ടില്ലേ അതൊന്ന്, പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഞാൻ താജ്മഹൽ ഒന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് എൻ്റെ റൂമിൽ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ IV പോയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഞാനൊരു റൂം മേക്ക് ഓവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വാങ്ങി വെച്ചതായിരുന്നു ഇതൊക്കെ. ഇൻഷാ അല്ലാഹ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് റൂമും ഡെസ്കൊക്കെ മേക്ക് ഓവർ ചെയ്യണമെന്ന്. ഏകദേശം അപ്പോൾ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ വർക്കിലേക്ക് കിടക്കുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്, അപ്പോൾ ഞാനത് ചെയ്യാണ്. ഡെസ്കിൽ ഞാൻ ലാപ്ടോപ്പൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇപ്പോൾ ടേബിളും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ലാപ്പൊക്കെ ഓണാക്കി സെറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക, എല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജേർണലിംഗ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു ചാനൽ അതിനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്കും എന്നെപ്പോലെ ആർട്ട്, ജേർണലിംഗ്, ക്രാഫ്റ്റ്, കാലിഗ്രഫി ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളതൊക്കെ ഞാൻ എഴുതി വെക്കുകയാണ്. എക്സാം ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഡ്രസ്സ് എടുത്തോ? എന്താ എടുത്തത് എല്ലാവരും പറയണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് സീരീസ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ഔട്ട്ലെറ്റിൽ കയറി. ഡ്രസ്സ് എനിക്ക് കിട്ടിയില്ല, എൻ്റെ സിസ്റ്ററിന് കിട്ടി. അപ്പോൾ ഞങ്ങളത് അവിടുന്ന് മേടിച്ച് പോന്നു. ലാസ്റ്റ് മിനിറ്റിൽ ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം നമുക്ക് പറ്റുന്ന മോഡൽ ഉണ്ടാവില്ല, കളർ ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും.
അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിരുന്നു എക്സാം. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടും പോയിരുന്നില്ല. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയതല്ലേ വിചാരിച്ചിട്ട് മോളിലൊക്കെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബുക്ക് എക്സ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ സുഡിയോയിൽ പോയി. ഈ ബ്രൂച്ച് എനിക്ക് കണ്ടപ്പോൾ ചിരിയ വന്നത്. കാരണം നമ്മുടെ സാധാ സേഫ്റ്റി പിന്നിൽ 2-3 ചാംസ് ഇട്ട് തരുന്നതാണ് അവർ സെയിൽ ചെയ്യുന്നത്. സുഡിയോയിൽ എപ്പോൾ പോയാലും അവിടുത്തെ ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു ഷെയ്ഡ് എടുത്തപ്പോൾ അത് വരുന്നുമില്ല. സുഡിയോയിൽ ഒരുപാട് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. ആ ബ്രൂച്ചൊക്കെ പുതിയ കളക്ഷനാണ്. ലാസ്റ്റ് ടൈം പോയപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു ക്ലൗഡ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് മാത്രമല്ല, അതിൽ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ റേഞ്ച് ലാസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ ആകെ 2 ഷെയ്ഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2-3 അധികം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ കയ്യിൽ ട്രൈ ചെയ്തൊക്കെയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ കളക്ഷൻ. നല്ല അടിപൊളി പാക്കേജിങ് ആയിരുന്നു. ഇത് നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. പക്ഷെ അതിൻ്റെ ഷെയ്ഡ് അത്ര നല്ലതായിരുന്നില്ല. സ്റ്റുഡിയോ പോയ എല്ലാ കളക്ഷൻസും പ്രോഡക്ട്സും നോക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ പുതിയ കീ ചെയിൻസിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ക്രോഷ്യ കീ ചെയിൻസും ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചെറിയ പിൻട്രസ്റ്റിലും ഒക്കെ കാണുന്ന പോലത്തെ കുറേ കീ ചെയിൻസ് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം സ്റ്റുഡിയോത്തെ ഡ്രസ് കളക്ഷൻ അത്ര നന്നായിരുന്നില്ല. നെക്സ്റ്റ് മാക്സിൽ പോവാണ്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മാക്സിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അവരുടെ ബാഗ് കളക്ഷനാണ്. ഇവിടെ നിന്ന് തന്നെ 2-3 ബാഗ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഈ ബാഗ് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ അടുത്ത് ഓൾറെഡി കുറേ ബാഗ്സ് എല്ലാം ഉണ്ട്. ഞാനൊന്നും പർച്ചേസ് ചെയ്തില്ല. മോളിൽ പുതിയ ഫ്ലോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ PVR തിയേറ്ററും പിന്നെ അതേപോലെ DC ബുക്സും ഉണ്ട്. DC ബുക്സ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. ഭയങ്കര എസ്തറ്റിക്കുമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം DC ബുക്സിൽ ഡോൾസൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും ആ ഫ്ലോർ കാണാൻ മൊത്തത്തിൽ നല്ല ലൈറ്റും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്ന് പിന്നെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയി. അവിടെ നിന്ന് 2-3 കളക്ഷൻ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ട്രൈ ഓൺ ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും ഒരു മിറർ സെൽഫി നിർബന്ധമാണല്ലോ. അപ്പോൾ ഞാൻ വേഗം ഒരു മിറർ സെൽഫൊക്കെ എടുത്തു. പിന്നെ നെക്സ്റ്റ് ലൊക്കേഷൻ പോയപ്പോൾ എനിക്ക് ഔട്ട്ഫിറ്റ് കിട്ടി. അപ്പോൾ ഇന്നത്തെ ഔട്ടിങ് അങ്ങനെ കഴിഞ്ഞു. ലാസ്റ്റ് ഡേ മെമ്മറൈസ് എന്നൊരു ഐസും വാങ്ങി ഇങ്ങനെ ഡേ അവസാനിച്ചു. പെരുന്നാൾ ഡ്രസ്സൊക്കെ കിട്ടി. നിങ്ങൾക്ക് പെരുന്നാൾ ഡ്രസ്സ് കിട്ടിയോ എന്നൊക്കെ കമൻസിൽ പറയാം. See you all in next video. Bye.